എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പമ്പയിലോട്ട് പോയി കേട്ടോ. ഇതാണ് പമ്പ കേട്ടോ. ഇത് കാണാത്ത കുറെ ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല തലവേദനയും. അങ്ങനെ ഞാനൊരു ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടിരുന്നു. ഇതിനാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പമ്പയിൽ ഇറങ്ങി 3 തവണ മുങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ നേരെ കഞ്ഞി കുടിക്കാൻ വേണ്ടി കയറിയപ്പം ഇതിന്റെ താക്കോല് മറന്നുപോയെന്ന് പറഞ്ഞു. അങ്ങനെ താക്കോൽ എടുക്കാൻ വേണ്ടി മിഥുൻ പോയി കേട്ടോ. അപ്പൊ അവന് വേണ്ടി കഞ്ഞിയും കുടിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ മലയിലോട്ട് കയറാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. മിഥുനാണെങ്കിലുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ മലയൊക്കെ കയറി ഒരുവിധം ചെന്നു. സ്വാമിമാരൊക്കെ നല്ല ഉഷാറിൽ ശരണം വിളിക്കുന്നുണ്ടായിരുന്നു. ശരണം വിളിക്കുന്നത് ഇത് ശരംകുത്തിയാല് കേട്ടോ. ശരംകുത്തിയാലുണ്ടല്ലോ കന്നിസ്വാമിമാരുണ്ടല്ലോ ശരം കുത്തിയിട്ട് പോകണമെന്നാണ് പറയുന്നത്. ഞങ്ങളപ്പോൾ സന്നിധാനത്തിലെത്തി. സന്നിധാനത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 18ാം പടിയൊക്കെ കയറി സ്വാമിയെ കണ്ടു കേട്ടോ. ഇനി ആഴിയിൽ തേങ്ങയും കത്തിച്ചതിന് ശേഷം അപ്പോൾ അരവണയൊക്കെ വാങ്ങിച്ചോ. എന്നിട്ട് എൻ്റെ ഒരു ഐഡിയ ആണ്, ചെരുപ്പ് രണ്ട് സൈഡിലാണ് ഞാൻ ഇട്ടിട്ട് പോയാട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും ഈ ബാത്റൂമൊക്കെ ഭയങ്കര മോശമാണ് അവിടുത്തെ അവസ്ഥ കേട്ടോ. അത് കാരണമാണ് ഈ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകേണ്ടി വന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഉണ്ടല്ലോ കുറേ ആളുകൾ ഇങ്ങനെ ഡോളി എടുക്കുന്നുണ്ട്. ഈ ഡോളി വലിക്കുന്നവർക്കാണോ പുണ്യം കിട്ടുന്നത്, അതിൻ്റെ മേളിൽ ഇരുന്ന് പോകുന്നവർക്കാണോ പുണ്യം കിട്ടുന്നത്, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പോയിട്ട് അടുത്ത വട്ടം വരാമെന്ന് അയ്യപ്പനോട് പറഞ്ഞിട്ട് ഇറങ്ങിയാണ്.